ഞാൻ അധികവും കണ്ടേക്കുന്ന കൊറിയൻ സിനിമകളൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ, അതായത് ഒരു ഭൂരിഭാഗം സിനിമകളും മിക്ക സിനിമകളും എന്നെ ഇമോഷണലി കുറച്ചുകൂടി സിനിമയായിട്ട് കണക്ട് ചെയ്യുന്ന സിനിമകളാണ് ഞാൻ കൊറിയൻ സിനിമകളിൽ കണ്ടേക്കുന്നത്. അങ്ങനത്തെ സിനിമകളാണ് എനിക്ക് തോന്നുന്നു അധികവും അവരുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് അവരുടെ ഒരു വിജയം തന്നെയാണ്, ഒരു പരിധി വരെ അത് അവരുടെ ഒരു വിജയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സിനിമകൾ, ഒത്തിരിയേറെ സിനിമകളൊക്കെ ഉള്ള ലോകത്ത് അവരുടെ സിനിമയ്ക്ക് ഒരു പ്രാധാന്യം കിട്ടുന്നത്, കൊറിയൻ ഇൻഡസ്ട്രിയുടെ സിനിമകൾക്ക് ഒരു പ്രാധാന്യം കിട്ടുന്നത്, കുറച്ചുകൂടി ജനശ്രദ്ധ നേടുന്നത്. അപ്പൊ എന്തായാലും ഇന്നും ഒരു കൊറിയൻ സിനിമയുടെ വിശേഷമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും സിനിമയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, കണ്ട ശേഷം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളൊരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള നല്ല സിനിമകൾ, അല്ലെങ്കിൽ റിലീസ് ആവുന്ന സിനിമകൾ, സീരീസുകൾ തുടങ്ങിയതിൻ്റെയൊക്കെ വിശേഷം നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. നമസ്കാരം, മൂവീസ് റൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2023 പുറത്തു വന്ന ഒരു കൊറിയൻ സർവൈവൽ ത്രില്ലർ ഡ്രാമ മൂവി ആയിട്ടുള്ള ദ മൂൺ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സിനിമയുടെ ആദ്യത്തെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഒരു സ്പേസ് മൂവിയാണ്, സ്പേസുമായിട്ട് ബന്ധപ്പെട്ട മൂവിയാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും കൂടുതൽ, ഭൂമിയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് അന്ന് ആ സിനിമ സ്കിപ്പ് ചെയ്തു. ഇപ്പൊ ഇതിനെപ്പറ്റി ഇങ്ങനെ കൂടുതൽ സജഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് കാണാനായിട്ട് എടുത്തത്. സിനിമ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല മികച്ച ഒരു വിഷ്വൽ ട്രീറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇമോഷണലി നമ്മളെ നന്നായിട്ട് കണക്ട് ചെയ്യുന്ന, സിനിമയിലോട്ട് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് സിനിമ തോന്നിയത്. പ്രത്യേകിച്ച് ഈ ഗ്രാവിറ്റി പോലെയുള്ള സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ, ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക എന്ന് കരുതി ഈ ഇന്നൊരു ജേണലൊന്നും കണക്കാക്കണ്ട. ഏത് ജേണലിലുള്ള സിനിമ ഇഷ്ടപ്പെടുന്നവർക്കും ഈ സിനിമ ഒരിക്കലും ഒരു നിരാശ കൊടുക്കത്തില്ല. നല്ല രീതിയിൽ അവരുമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്ത് നമ്മുടെ മനസ്സൊക്കെ നിറച്ചു എന്ന് പറയുന്നത്, ആ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും സിനിമയിൽ നിന്ന് കിട്ടും എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. എന്തായാലും നോർമലി ഞാൻ ചെയ്യുന്ന പോലെ സിനിമയുടെ ആരംഭങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ ശേഷം എനിക്ക് മറ്റ് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളോട്ടൊക്കെ നോക്കാം. ഈ കഥയിൽ പ്രധാനമായിട്ട് 2 നായകന്മാരാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ആള്, അദ്ദേഹം 5 വർഷം മുന്നേ, ഇപ്പൊ കഥ നടക്കുന്നതിൽ നിന്നും 5 വർഷം മുന്നേ നമ്മുടെ ഇപ്പൊ ഇന്ത്യക്ക് IFR ഉള്ളതുപോലെ സൗത്ത് കൊറിയയ്ക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇതുണ്ട്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. സ്പേസിനെ പറ്റി പഠിക്കാനും ബഹിരാകാശ കാര്യങ്ങളെ പറ്റി പഠിക്കാനും ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവർക്കും ഉണ്ടൊരു ഇത്. അപ്പൊ അവിടുത്തെ ഒരു ഡയറക്ടറാണ് നമ്മുടെ കഥയിലെ ആദ്യത്തെ നായകൻ. അപ്പൊ നിലവിൽ കഥ നടക്കുന്നതിന് 5 വർഷം മുന്നേ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ടീമിലുള്ള അംഗങ്ങളൊക്കെ ചേർന്ന് സ്പേസും പോട്ടെ മൂണിലോട്ട് ഒരു ടീമിനെ അയക്കാം എന്നുള്ള രീതിയിലൊക്കെ വേണ്ടി ഒരു പ്രൊജക്ട് ചെയ്യുവാണ്. പക്ഷെ അത് ഫെയിലിയർ ആയിപ്പോയി. അവിടെ മൂണിലെത്തുന്നതിന് മുന്നേ അത് പൊട്ടിത്തെറിച്ച് അത് ഫെയിലിയർ ആയിപ്പോയി. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു വിഷമത്തിലും കാര്യങ്ങളിലും നമ്മുടെ ഈ നായകൻ, അദ്ദേഹം എന്ത് ചെയ്തു, ഇതിൽ നിന്ന് മൊത്തം വിട്ടുനിന്നു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അയാൾ ആത്മഹത്യയും ചെയ്തു, ഇതിന്റെ ഈ ഫെയിലിയർ സംഭവിച്ചതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ വിട്ടു നിൽക്കുമ്പോഴാണ് ഇപ്പൊ 5 വർഷത്തിന് ശേഷം ഇപ്പോഴത്തെ അതിന്റെ ഡയറക്ടറും മറ്റാൾക്കാരൊക്കെ കൂടി പിന്നെ ഈ പ്രോഗ്രാം, അതായത് ഈ മുകളിലോട്ട് പോകാനുള്ള ഈ പരിപാടി പിന്നെ ഒന്നുകൂടി സെറ്റാക്കി കൊണ്ടുവരുന്നത്. അപ്പൊ അതിനുവേണ്ടി പോകാൻ തയ്യാറായിട്ടുള്ള ഒരു 3 പേരെയൊക്കെ റെഡിയാക്കുന്നു. അവരെ വെച്ച് മുകളിലോട്ട് അയക്കുന്നു. ആദ്യത്തേത് പോലെ അത്ര എത്തിയില്ല. മുകളിലോട്ട് എത്തുന്നതിന് മുന്നേ ഈ മെഷീന് തകരാറ് സംഭവിച്ച് അത് നോക്കാനായി പുറത്തിറങ്ങുന്ന 2 പേര്, അവർ 2 പേരും മരിക്കുന്നു. പിന്നെ ഇതിനുള്ളിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇവര് ആദ്യത്തെ ആളെ വിളിക്കുവാണ്. നമ്മുടെ ഇപ്പം ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന നമ്മുടെ ആദ്യത്തെ കഥാനായകനുണ്ടല്ലോ, അദ്ദേഹത്തെ വിളിക്കുവാണ്. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി ഇയാളെ തിരിച്ചു കൊണ്ടുവന്നല്ലോ. ഇപ്പൊ ഒരാളെ മാത്രമായിട്ട് അവിടെ പെട്ടുപോയി, മുകളിൽ എത്തിയൂല, എല്ലാത്തിനും നടുക്കായിട്ട് പെട്ടുപോയി. അപ്പൊ അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇയാളെ ക്ഷണിക്കുക എന്നല്ല, ഇയാളോട് വരാൻ പറഞ്ഞ് അയാളൊക്കെ കൂടി നിന്ന് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഇതിൽ പെട്ടുപോയ അയാൾ പറയുവാണ്, അതാണ് നമ്മുടെ കഥയിലെ 2ാമത്തെ നായകൻ, എന്തായാലും ഇവിടെ വരെ എത്തിയില്ല, അപ്പൊ ഇനി ഞാൻ മൂണിൽ പോയിട്ടേ വരുന്നുള്ളൂ. എൻ്റെ ഫാദറിന്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു, അദ്ദേഹത്തിനും പറ്റിയില്ല. അപ്പൊ ഞാൻ എന്തായാലും മൂണിൽ പോയി അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വന്നുള്ളൂ എന്നുള്ള രീതിയിൽ അദ്ദേഹം അവിടെ ചാടി പിടിച്ച് നിൽക്കുമ്പോൾ ഇദ്ദേഹവും ഇതിനൊക്കെ വേണ്ടി ശ്രമിക്കുവാണ്. അപ്പൊ എന്തായാലും പുള്ളിയുടെ ചാടിത്തിന് വഴങ്ങി അയക്കാന്നുള്ള തീരുമാനത്തിൽ എത്തുകയും പിന്നെ അദ്ദേഹം മൂണിൽ എത്തിയോ, അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റി തിരിച്ചു വന്നോ എന്നുള്ളതൊക്കെയാണ് സിനിമയിൽ പറയുന്ന ഒരു കഥ. അല്ലെങ്കിൽ സിനിമ പിന്നെ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ കഥ എന്നുള്ളൊരു സംഭവം, അല്ലെങ്കിൽ ഇത് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമോ ഇതൊന്നുമല്ല. ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അവതരണം തന്നെയാണ്. മൊത്തത്തിൽ നമ്മളെ സിനിമയിൽ എൻഗേജിങ് ആയിട്ട് നല്ല എന്താ പറയുക, പരപരാന്നാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഒട്ടും ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും തോന്നിക്കാത്ത രീതിയിൽ നല്ല എനർജറ്റിക് ആയിട്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോയത് എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. എന്തായാലും സിനിമയിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യമല്ല, സിനിമ മുഴുവനാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം.
കാരണം ഇതുപോലുള്ള ഒരു സിനിമയൊക്കെ കൊണ്ടുവരണമെങ്കിൽ നമുക്കറിയാം, തീർച്ചയായിട്ടും അറിയാം, ഇതിനെപ്പറ്റി നല്ല രീതിയിൽ ഗവേഷണം നടത്തി പഠിച്ച് അറിയാവുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വേണം അവർ കൊണ്ടുവരാനായിട്ട്. അല്ലാണ്ട് നോർമൽ ഒരു സിനിമ കഥ എഴുതുന്ന പോലെ എഴുതി കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അതിന്റെ ടൈംസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ അവരുപയോഗിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ അതേ രീതിയിൽ കൊണ്ടുവന്നാലാണ് കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ മൊത്തം തന്നെ, സിനിമ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇംപ്രസീവായി തോന്നിയ കാര്യം. അതുപോലെ തന്നെ അതിനകത്ത് പ്രധാന വേഷങ്ങളിൽ എത്തുന്ന എല്ലാവരും നല്ല മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു. ആരെയും ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ഇവരുടെ പേരുകൾ പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഞാൻ ആ ടാസ്ക് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ ശേഷം ഈ വീഡിയോ ഞാൻ തന്നെ കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ വിചാരിക്കും, ഓ ഇതായിരുന്നോ ഞാൻ പറയാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ ഇതായിരുന്നോ ഞാൻ എഴുതി വെച്ചേ, ഇതാണോ ഇനി യഥാർത്ഥത്തിൽ അവരുടെ പേര്, ആ രീതിയിലാണ് ഈ ആക്ടേഴ്സിന്റെ പേര് വരുന്നത്. അതുകൊണ്ട് ആ ഒരു ടാസ്ക് ഞാൻ എടുക്കുന്നില്ല. കൊറിയൻ ആക്ടേഴ്സിന്റെ ഒക്കെ പേര് അധികവും അങ്ങനെയാണ് വരുന്നത്. ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറിപ്പോയാൽ പിന്നെ അത് ഇതാവില്ല. അപ്പൊ അത് വേണ്ട, ആ ഒരു ടാസ്ക് ഞാൻ എടുക്കുന്നില്ല. എല്ലാവരും സിനിമയിൽ അഭിനയിച്ച എല്ലാവരും വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തു. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പ്രത്യേകിച്ച് ആദ്യ പകുതിയിലൊക്കെ സിനിമ ഇങ്ങനെ വരുമ്പോൾ, ആദ്യ പകുതി തീരണതിന് മുന്നേ ഒക്കെ സിനിമ നല്ല, ഞാൻ പറയില്ല, പിരിപിരിവ് നല്ല എനർജറ്റിക് ആയിട്ട്, എന്താ പറയുന്നത്, അവിടെ പോയി ആ ഒരു രീതിയിൽ നല്ല സ്പീഡപ്പ് ആയിട്ടാണ് പോകുന്നത്. നമ്മളെ ഒട്ടും ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പൊ ആ ഒരു രീതി തന്നെ നമ്മളെ എനർജറ്റിക് ആയിട്ട് നിർത്താനായിട്ട് ആ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ നല്ല പക്ക ആപ്റ്റായിരുന്നു. അതിനൊക്കെ എല്ലാം നല്ല രീതിയിൽ തന്നെ അതും ചെയ്തിട്ടുണ്ട്. ഓവറോൾ നല്ലൊരു മികച്ച സിനിമയായിരുന്നു. പറഞ്ഞതുപോലെ VFX അതിന്റെ കേസ് വിട്ടുപോയി. അതും ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംഭവം തന്നെയാണ് അത്. ഇപ്പം CG വർക്ക് ആയാലും VFX ആയാലും അതും വളരെ നീറ്റായിട്ട് തന്നെ, ഡീസൻ്റ് ആയിട്ട് തന്നെ സിനിമയ്ക്ക് ഒതുങ്ങുന്ന രീതിയിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓവറോൾ നല്ലൊരു മികച്ച എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ തന്നെയായിട്ടാണ് എനിക്ക് സിനിമ ഫീൽ ചെയ്തത്. എല്ലാവർക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. എന്തായാലും എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും ഇത്. കാണാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും സിനിമ കാണുക. ആമസോൺ പ്രൈമില് മലയാളത്തിലും തമിഴിലും ഒക്കെ സിനിമ അവൈലബിൾ ആണ്. ഇപ്പോൾ മനസ്സിലാകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനൊന്നും യാതൊരു വിധത്തിലുള്ള ഒരു പ്രസക്തിയില്ല. അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കാണുക. ഫാമിലി ആയിട്ട് തന്നെ കാണാം. യാതൊരു വിധത്തിലുള്ള വയലൻസോ സെക്ഷൽ കണ്ടന്റുകളോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും സിനിമയിലില്ല. ഇപ്പോൾ ഫാമിലി ആയിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എന്തായാലും ഇതുപോലെയുള്ള ഒരു സിനിമ, നല്ല സിനിമ അല്ലെങ്കിൽ റിലീഫ് ആവുന്ന സിനിമ, അതിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ട് ഇനി ഞാൻ വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.